സ്പോട്ട് ലൈവ് തുടരുന്നു. കളിയിക്കാവിള ദേശീയപാതയിൽ ക്വാറി ഉടമ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട കേസിൽ ദുരൂഹത. തിരുവനന്തപുരം കരമന സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത്. കാറിൽ കരുതിയിരുന്ന 10 ലക്ഷം രൂപ കാണാതായതോടെ മോഷണത്തിനിടെയുണ്ടായ കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പണം ആവശ്യപ്പെട്ട് ദീപുവിനെ കുറച്ചുനാൾ മുമ്പ് ഗുണ്ടാ സംഘം വിളിച്ചിരുന്നുവെന്നും ഈ സംഘമാണോ കൊലയ്ക്ക് പിന്നിലെന്ന് സംശയമുണ്ടെന്നും കുടുംബം പറയുന്നു. അത് ഏത് ടീമാണെന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോൺ വിളിയോ അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് അറിയാമോ? ഇവിടെ നിന്ന് പോകുന്നു. ഈ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ആരെങ്കിലും കൂട്ടുമെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? ഈ വിമല് പിന്നീട് ഇവിടെ ബന്ധപ്പെടുകയോ വല്ലതും ചെയ്തിരുന്നോ? വിമല് ആരെങ്കിലും സംശയമുണ്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും പറ്റും? ഇല്ല. ഭീഷണി വന്നിരുന്നോ? അച്ഛനെ ഇങ്ങനെ ഒരു ഭീഷണി വന്നിരുന്നു? JCB എന്തോ വിൽക്കാൻ വേണ്ടി രണ്ടുപേരുണ്ട്. ഒരാൾ വില കൂടുതലായിട്ട് വാങ്ങാന്ന് പറഞ്ഞ് മറ്റാണ് ദേഷ്യം വന്നത്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അടിയേറ്റുണ്ട്. പിന്നെ അച്ഛൻ അയാളടുത്ത് പറഞ്ഞ് ഉണ്ടോന്ന് സാറ്റർഡേ സംബന്ധിക്കാനുണ്ട് ട്യൂസ്ഡേ പറഞ്ഞ് പോണ വഴിക്ക് ഞാൻ ടിക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്ന് അയാളാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ടോ? ഈ അന്ന് സംസാരിച്ചത് ആരാണെന്ന് വല്ല പിടുത്തമുണ്ടോ? ഈ നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയത് എപ്പോഴായിരുന്നു? അത് നേരത്തെ അതൊക്കെ 4 മാസം. അന്ന് എന്തോ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞത് 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ വന്ന് കുത്തു തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ പറഞ്ഞു. ഇതാരാണ് പറഞ്ഞതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം എന്ന് വെച്ചാൽ മറ്റേ JCB വാങ്ങാമെന്നാണ്. അയാൾ മാത്രമാണ് സംശയം. അയാളുടെ പേരറിയാമോ? കന്യാകുമാരിയിൽ നിന്നും സജയ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. സജയ് കുമാർ, ഈ ദീപുവിനെ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എപ്പോഴാണ്? ഈ കുടുംബം പറയുന്നതനുസരിച്ച് മുൻപ് തന്നെ ഇയാൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു, ഈ ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമെന്ന് സംശയിക്കണോ? ടോം, അതെ. തിരുവനന്തപുരം കരമന സ്വദേശിയായ ദീപു, അദ്ദേഹം ക്രഷർ, വർക്ക്ഷോപ്പ്, ഇതുപോലെ പല ബിസിനസ്സുകളുള്ള ഒരു ബിസിനസ് പ്രമുഖനാണ്. ഇദ്ദേഹം ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചതായാണ് പോലീസിന് ലഭിച്ച. ഇന്ന് വെളുപ്പിനാണ് പോലീസ് കളിയിക്കാവിളയ്ക്ക് സമീപം, അതായത് കേരള അതിർത്തി കടന്ന് 1 കിലോമീറ്റർ കടന്ന് ഒറ്റാമരം എന്ന പ്രദേശത്ത് പെട്രോൾ പമ്പിന് സമീപത്താണ് അദ്ദേഹത്തിന്റെ കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. നിഷ്ഠൂരവും ക്രൂരവുമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. തുടർന്ന് പോലീസ് അദ്ദേഹത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ദൃശ്യത്തിൽ വ്യക്തമായി കാണാം അർദ്ധരാത്രിയോടെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകത്തിന് ശേഷം കാറിനുള്ളിൽ നിന്നും ബാഗുമായി ഒരാൾ പുറത്തേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ കേന്ദ്രീകരിച്ചാണ്, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ക്രഷറിലേക്ക് അദ്ദേഹം സാധനങ്ങൾ വാങ്ങാനായി അടിക്കടി തമിഴ്നാട്ടിലേക്ക്, കോയമ്പത്തൂർ പോലുള്ള ഭാഗത്തേക്ക് പോകാറുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് തിരിച്ചതായാണ് പറയപ്പെടുന്നത്.
വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് പുറപ്പെട്ടത്. ഇദ്ദേഹം തുടർന്ന് മാർത്താണ്ഡത്ത് നിന്ന് ഒരു വിമൽകുമാർ എന്ന സുഹൃത്ത് കാറ് ഒപ്പമുണ്ടാവുമെന്ന് വീട്ടിൽ അറിയിച്ചിരുന്നു. എന്നാൽ മാർത്താണ്ഡത്തിന് മുൻപായിട്ട് മരണം നടന്ന കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് മാർത്താണ്ഡത്തിലേക്ക് വീണ്ടും 5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അതിനു മുമ്പായിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. കൊറ്റാമരം എന്ന പ്രദേശത്ത് നിഷ്ഠൂരമായി കഴുത്തറുത്ത രീതിയിലാണ് കൊല നടന്നിരിക്കുന്നത്. ചില ഗുണ്ടാ സംഘങ്ങൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതായും കുടുംബത്തിൽ നിന്ന് വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലപാതക കാരണം മോഷണ സംഘമോ അതോ സജികുമാർ അറിയേണ്ടത് ആരാണ് ഇദ്ദേഹത്തെ ഈ ദീപുവിനെ ഇതിനു മുൻപ് ഭീഷണിപ്പെടുത്തിയ ഗുണ്ടാ സംഘം ആരാണെന്ന് അറിയണം. കുടുംബത്തിന് അങ്ങനെ ആരെങ്കിലും സംശയമുണ്ട്? കാരണം 10 ലക്ഷം രൂപ വാഹനത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആദ്യം കരുതിയത് ഈ പണം തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊലപാതകമാണ് എന്നാണ്. പക്ഷേ ഈ ഒരു കേസിന്റെ സ്വഭാവം പരിശോധിച്ച് നോക്കിയാൽ ഇത് മുൻകൂട്ടി തയ്യാറാക്കി നടത്തിയ, കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകമാണ്. അതിന് പിന്നിൽ ഒരു കൊട്ടേഷൻ സംഘമുണ്ട് എന്ന് തന്നെ കരുതണോ? ടോം, തീർച്ചയായും. അതായത് ഇദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പുറപ്പെടുന്ന വിവരം വ്യക്തമായി അറിയാവുന്ന, അടിക്കടി യാത്ര പോകാറുള്ളതും ഏത് ഭാഗത്ത് കൂടെയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നുള്ള വിവരം കൃത്യമായി അറിയാവുന്ന ഒരു സംഘം തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അദ്ദേഹം രാത്രി യാത്ര കേരള അതിർത്തി കടന്നതിന് ശേഷം കൃത്യമായി സഞ്ചാരമില്ലാത്ത ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് കൊലപാതകത്തിന് ആ സ്ഥലം തിരഞ്ഞെടുത്തതും ആ കൊലപാതക രീതി കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് മാധ്യമങ്ങളുടെ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള നിഷ്ഠൂരമായ ഒരു കൊലപാതകം, കഴുത്തറുത്താണ് കൊലപാതകം. അത് മുൻവിരോധവും പണവും ഒപ്പം പണം ആണ് മോട്ടിവേഷൻ എന്നുള്ളത് നമുക്ക് ഈ കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ഇപ്പോൾ തമിഴ്നാട് പോലീസും കേരള പോലീസും ഈ 2 സംസ്ഥാന പോലീസും ഇതിന്റെ പിന്നിൽ ഇപ്പോൾ തീവ്രമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾ കടന്നിട്ടും ഇതുവരെയും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല. നിഗൂഢതയും ദുരൂഹതയും ഒപ്പം തുടരുകയാണ്. മോഷണ സംഘമോ അതോ മുൻവിരോധമോ ഈ ഗുണ്ടാ സംഘമോ എന്നത് ഇതുവരെയും പോലീസിന് ഒരു വ്യക്തമായ ഒരു വിലയിരുത്തലിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും സജികുമാർ, എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസിനെ സംബന്ധിച്ച്? ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ വാഹനത്തിൽ നിന്നും ഈ പ്രതികളിലേക്ക് എത്താവുന്ന രീതിയിൽ അല്ലെങ്കിൽ കൊലയാളികളിലേക്ക് എത്താവുന്ന രീതിയിൽ എന്തെങ്കിലും തുമ്പ് ലഭിച്ചിട്ടുണ്ടോ? അവിടെ ഒരു CCTV ഒക്കെ ഉള്ള സ്ഥലത്തായിരുന്നോ ഈ സംഭവം നടന്നത്? തീർച്ചയായിട്ടും തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു അന്വേഷണം തുടരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ യാത്ര തമിഴ്നാട്ടിലേക്ക് ആയതുകൊണ്ട് അതിനു മുൻപ്, അതായത് കളിയിക്കാവള ഈ കൊലപാതകം നടന്ന പ്രദേശത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുവാൻ ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിനിടയിലുള്ള എല്ലാ പ്രദേശത്തുമുള്ള CCTV ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ പിന്നിൽ, ഈ വാഹനത്തിന്റെ പിന്നിൽ ഏതെങ്കിലും വാഹനങ്ങൾ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇല്ല. ഈ ആദ്യമേ തന്നെ ഈ വാഹനത്തിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും സുഹൃത്ത് ബന്ധമുള്ള ഒരാളാണോ എന്നുള്ള സംശയവുമുണ്ട്. വാഹനത്തിനുള്ളിൽ തന്നെ സഞ്ചരിച്ച ഒരാളായിരിക്കാം അത് എന്നുള്ള പല സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു. ഒപ്പം തന്നെ കേരള പോലീസും ഇത് തീവ്രമായ അന്വേഷണം ഇപ്പോൾ തുടരുന്നുണ്ട്. ടോം, സജയ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. സജയ് കുമാർ സൂചിപ്പിച്ചതനുസരിച്ച് ഇവിടെ നടന്നത്, ഈ കളിയിക്കാവിടെ ദേശീയപാതയിൽ നടന്നതൊരു അരുംകൊലയാണ്. പല ദുരൂഹതകളുണ്ട്. അത് കൊട്ടേഷൻ സംഘമാണോ കൊലപാതകത്തിന് പിന്നിൽ, അതോ ഈ പണം തട്ടാൻ വേണ്ടി നടത്തിയ കൊലപാതകമാണോ, അരുംകൊലയാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. തമിഴ്നാട് പോലീസും കേരള പോലീസും സംയുക്തമായാണ് ക്വാറി ഉടമ ദീപുവിന്റെ കൊലക്കേസ് അന്വേഷിക്കുന്നത്.